വിമാനയാത്ര എന്നത് ഇന്ന് സാധാരണക്കാർക്കും അപ്രാപ്യമല്ലാത്ത ഒന്നായി മാറിക്കഴിഞ്ഞു. അതേസമയം വിമാനത്തിലെ മോശം പെരുമാറ്റത്തെക്കുറിച്ചുള്ള വാർത്തകളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. സഹയാത്രക്കാരുടെ അശ്ലീലം പറയുക, ശാരീരികമായി ഉപദ്രവിക്കുക, മദ്യപിച്ച് ബഹളമുണ്ടാക്കുക തുടങ്ങിയ വിമാനത്തിന്റെ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവണതകൾക്ക് തടയിടാൻ ഒരുങ്ങുകയാണ് DGCA. ഇനി മുതൽ വിമാനയാത്രയിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് 2 വർഷം വരെ വിമാന വിലക്ക് വരാമെന്നാണ് ഈ നിയമം പറയുന്നത്. എന്തൊക്കെയാണ് നിയമത്തിൽ പറയുന്ന മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. യാത്രക്കാരുടെ മോശം പെരുമാറ്റത്തെ 4 ലെവലുകളായിട്ടാണ് DGCA തരംതിരിച്ചിരിക്കുന്നത്. ലെവൽ 1 വാക്കാലുള്ള അധിക്ഷേപം, ആംഗ്യങ്ങൾ കാണിക്കൽ, മദ്യപിച്ച് ലക്കുകെട്ട അവസ്ഥ എന്നിവ ഇതിൽ വരും. 3 മാസം വരെ യാത്രാ വിലക്ക് ലഭിക്കാം. ലെവൽ 2 എന്ന് പറയുന്നത് തള്ളുക, ഇടിക്കുക, കടന്നു പിടിക്കുക, ലൈംഗികാതിക്രമം. ഇതിന് 6 മാസം വരെ വിലക്ക് ലഭിച്ചേക്കാം. ലെവൽ 3 വിമാനത്തിന്റെ സിസ്റ്റങ്ങൾക്ക് കേടുപാട് വരുത്തുക, മറ്റുള്ളവരുടെ ജീവൻ ഭീഷണിയാകുന്ന തരത്തിൽ കഴുത്തിന് പിടിക്കുകയോ മാരകമായി ആക്രമിക്കുകയോ ചെയ്യുക. ഇത്തരം പ്രവർത്തികൾക്ക് കുറഞ്ഞത് 2 വർഷം വരെ വിലക്ക് ലഭിക്കും. ലെവൽ 4 കോക്പിറ്റിലേക്ക് അതിക്രമിച്ച് കടന്നു കയറാൻ ശ്രമിക്കുക, വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടമാകുന്ന രീതിയിൽ പ്രവർത്തിക്കുക. ഇതിനും 2 വർഷത്തോളം വിലക്ക് ലഭിച്ചേക്കാം. നേരത്തെ ഒരു യാത്രക്കാരനെ വിലക്കണമെങ്കിൽ സ്വതന്ത്രമായ ഒരു കമ്മിറ്റിയുടെ തീരുമാനം ആവശ്യമായിരുന്നു. എന്നാൽ പുതിയ നിർദ്ദേശമനുസരിച്ച് വിമാനത്തിനുള്ളിൽ പുകവലിക്കുക, മദ്യപിച്ച് ബഹളമുണ്ടാക്കുക, എമർജൻസി എക്സിറ്റ് ദുരുപയോഗം ചെയ്യുക, ലൈഫ് ജാക്കറ്റുകൾ നശിപ്പിക്കുകയോ ചെയ്താൽ എയർലൈനുകൾക്ക് കമ്മിറ്റിയുടെ അനുവാദമില്ലാതെ തന്നെ 30 ദിവസം വരെ ഉടൻ വിലക്ക് ഏർപ്പെടുത്താൻ അധികാരമുണ്ടാകും. സീറോ ടോളറൻസ് അഥവാ ഒട്ടും വീഴ്ചയില്ലാത്ത സമീപനമാണ് DGCA ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനുവേണ്ടി ഓരോ വിമാനത്തിലും ഓരോ SOP തുടങ്ങണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SOP എന്നാൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. നിലവിൽ കമ്മിറ്റിയുടെ തീരുമാനം വരുന്നതുവരെ 45 ദിവസം വിലക്കേർപ്പെടുത്താൻ കഴിയുമായിരുന്നു. എന്നാൽ ഗൗരവകരമായ കുറ്റങ്ങൾക്ക് ഇത് പോരാ എന്ന തിരിച്ചറിവാണ് പുതിയ മാറ്റങ്ങൾക്ക് പിന്നിൽ. മാർച്ച് 16 വരെ പൊതുജനങ്ങൾക്ക് ഈ നിർദ്ദേശങ്ങളിൽ അഭിപ്രായം അറിയിക്കാവുന്നതാണ്. വിമാനയാത്ര എന്നത് അവകാശം മാത്രമല്ല, അത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ 100 കണക്കിന് ആളുകളുടെ സുരക്ഷയാണ് അവിടെ ഇല്ലാണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം നിയമങ്ങൾ വരുന്നത് വിമാനയാത്ര കൂടുതൽ എളുപ്പമാക്കും.